ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരളം സാഹിത്യം, ചരിത്രം, സംസ്കാരം ഇതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 3 ആണിന്ന്. അപ്പോൾ സിലബസിൽ കേരള ടോപ്പിക്കായി വരുന്ന എല്ലാ പരീക്ഷകൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ആദ്യത്തെ 2 വീഡിയോ ചെയ്തിരുന്ന പാർട്ട് 1, പാർട്ട് 2, ഇനി നമുക്ക് പാർട്ട് 3 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, എൻ്റെ ഉത്തരം എ ആണ്. കാസർഗോഡാണ്. അടുത്തത് നോക്കാം. ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണ്? എൻ്റെ ഉത്തരം ബി ആണ്. പാലാ നാരായണൻ നായരാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയായത് ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയായത് ഉത്തരം സി ആണ്. സുഗതകുമാരി. അടുത്ത ചോദ്യം നോക്കാം. 1ാം കേരള നിയമസഭ നിലവിൽ വന്ന തീയതി? ഇതിൻ്റെ ഉത്തരം ബി ആണ്. 1957 മാർച്ച് 16-നാണ് 1ാം കേരള നിയമസഭ നിലവിൽ വന്നത്. അടുത്ത നോക്കാം. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ബി ആണ്. റാണി പത്മിനി. അടുത്ത ചോദ്യം നോക്കാം. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായ വർഷം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഡി ആണ്. 1991. 1991-ലാണ്. അടുത്ത ചോദ്യം നോക്കാം. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? അതിൻ്റെ ഉത്തരം ബി ആണ്. മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാക്കനാടിൻ്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം എ ആണ്. ജോർജ് വർഗീസ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? അതിൻ്റെ ഉത്തരം ഡി ആണ്. 13-ാം സ്ഥാനം. അടുത്ത നോക്കാം. 110ാമത്തെ ക്വസ്റ്റ്യൻ. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? അടുത്ത സി ആണ്. തിരുവനന്തപുരത്താണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ ആസ്ഥാനം. 111ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആയിരുന്നത്? ഉത്തരം സി ആണ്. പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആയിരുന്നത്. അത് നോക്കാം. 112. താഴെ പറയുന്നവരിൽ ഏത് കവിയാണ് കഥകളിയും മോഹിനിയാട്ടത്തെയും പുനരുദ്ധരിച്ചത്? ഉത്തരം ബി ആണ്. വള്ളത്തോളാണ് കഥകളിയും മോഹിനിയാട്ടത്തെയും പുനരുദ്ധരിച്ചത്. അത് നോക്കാം. പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏത്? പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഉത്തരം സി ആണ്. നീലക്കുയിലാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം? 114ാമത്തെ ചോദ്യം. ഉത്തരം ഡി ആണ്. 9. അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ആരായിരുന്നു? ഉത്തരം ബി ആണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ാമത്തെ ക്വസ്റ്റ്യൻ. വിമോചന സമരം നടന്ന വർഷം ഏതാണ്? വിമോചന സമരം നടന്നത് 1959-ആണ്. ഉത്തരം സി. 1959-ലാണ്. അടുത്ത ചോദ്യം നോക്കാം.
ചെറുകാടെന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ നാമം? ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്. സി ഗോവിന്ദ പിഷാരടി. സി ഗോവിന്ദ പിഷാരടിയാണ്. 118ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? അതിൻ്റെ ഉത്തരം ബി ആണ്. 1.18 ആണ്. 119ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ എവിടെയാണ് കശുവണ്ടി ഗവേഷണം സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ എവിടെയാണ് കശുവണ്ടി ഗവേഷണം സ്ഥിതി ചെയ്യുന്നത്? ഗവേഷണ കേന്ദ്രമാണ്. ഉത്തരം എ ആണ്. ആനക്കയത്താണ്. ആനക്കയം. ഇത് നോക്കാം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതിൻ്റെ ഉത്തരം എ ആണ്. ശ്രീകാര്യത്താണ്. അടുത്തത് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഉത്തരം ബി ആണ്. കെ.ടി. കോശി. അടുത്തത് നോക്കാം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം? കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930 ആണ്. ഉത്തരം സി 1930. 121 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെ? ഉത്തരം സി ആണ്. കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഉത്തരം എ ആണ്. 1946. 1946ലാണ്. 125 ആരുടെ തൂലിക നാമമാണ് ഇന്ദുചൂടൻ? ഇതിൻ്റെ ഉത്തരം ഡി ആണ്. കെ നീലകണ്ഠൻ. കെ നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലിക നാമം കെ നീലകണ്ഠൻ്റേതാണ്. അടുത്ത് നോക്കാം. 126ാമത്തെ ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? ഉത്തരം ഡി ആണ്. 22ാം സ്ഥാനം. 22ാം സ്ഥാനമാണ്. 127. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം സി ആണ്. പന്നിയൂർ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പന്നിയൂർ. അടുത്ത നോക്കാം. എത്ര വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്തുന്നത്? മുറജപം ഉത്തരം എ ആണ്. 6 വർഷത്തിലൊരിക്കലാണ്. 6 വർഷത്തിൽ ഒരിക്കൽ. ഏത് വർഷമാണ് മനോരമയുടെ പ്രസിദ്ധീകരണം തിരുവിതാംകൂർ സർക്കാർ തടഞ്ഞത്? ഉത്തരം ബി ആണ്. 1938. 1938ലാണ്. 130ാമത്തെ ക്വസ്റ്റ്യൻ. സി പി രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ 2ാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം? ഉത്തരം ബി. ഉത്തരം സി ആണ്. 1917ലാണ്. 1917. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം? ഇത് ചോദ്യം. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉത്തരം സി ആണ്. 20 132. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഉത്തരം സി ആണ്. കുട്ടനാട്. അടുത്ത നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം എ ആണ്. 1924 to 25 വൈക്കം സത്യാഗ്രഹം നടന്നത്. 134. താഴെ പറയുന്നതിൽ ആരാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? അതിൻ്റെ ഉത്തരം ബി ആണ്. ഡോക്ടർ പൽപ്പോ ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അത് നോക്കാം. നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ആരെ? നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത്
ഉത്തരം എ ആണ്. PC ഗോപാലനാണ്. PC ഗോപാലൻ. 136 PS ചെറിയാൻ എന്ന തൂലികാനാമം സ്വീകരിച്ച നേതാവാര്? PS ചെറിയാൻ എന്ന തൂലികാനാമം സ്വീകരിച്ച നേതാവ് ആരാണ്? ഉത്തരം ബി ആണ്. EMS ആണ്. 37 കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷം. എൻ്റെ ഉത്തരം എ ആണ്. 1956. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 138 താഴെ പറയുന്നതിൽ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം സി ആണ്. തട്ടേക്കാട്. തട്ടേക്കാടാണ്. അടിച്ചു നോക്കാം. കൊല്ലവർഷം ആരംഭിച്ചത് ഡാഷിലാണ്. ഉത്തരം ഡി ആണ്. AD 825. AD 825. ഇത് നോക്കാം. 140 സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം സി കോഴിക്കോട്. കോഴിക്കോടാണ്. അടുത്ത നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഉത്തരം ഡി ആണ്. വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. അടുത്ത നോക്കാം. ആദ്യത്തെ വയലാർ അവാർഡിന് അർഹരായത് ആരാണ്? അതിൻ്റെ ഉത്തരം എ ആണ്. ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനമാണ്. അടുത്ത നോക്കാം. എറണാകുളം രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ലയായ വർഷം. എറണാകുളം രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ലയായ വർഷം ഏതാണ്? ഉത്തരം ബി ആണ്. 1990. 1990. താഴെ പറയുന്നതിൽ ആരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ്? ഉത്തരം ഡി ആണ്. TK മാധവൻ. TK മാധവൻ. അടിച്ചു നോക്കാം. ആശാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ഉത്തരം സി ആണ്. ശ്രീകുമാർ. ആശാ മേനോൻ ആരുടെ തൂലികാനാമം? ശ്രീകുമാറിൻ്റെ തൂലികാനാമമാണ്. 146 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സി ആണ്. രാമവർമ്മപുരം. രാമവർമ്മപുരം. അടുത്ത ചോദ്യം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബി ആണ്. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നോക്കാം. കേരളത്തിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ട സ്ഥലം. കേരളത്തിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ്. ഉത്തരം സി കാര്യവട്ടം. കാര്യവട്ടത്താണ്. അടുത്ത് നോക്കാം. താഴെ പറയുന്നതിൽ ആരാണ് ബാലസാഹിത്യകാരൻ എന്ന നിലയിൽ പ്രസിദ്ധനായത്? ഉത്തരം എ ആണ്. കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ള. ചോദിക്കാം. ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? ഇതിൻ്റെ ഉത്തരം സി ആണ്. ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ 50 ക്വസ്റ്റ്യൻസാണ് പാർട്ട് 3. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ബാക്കി ക്വസ്റ്റ്യൻസുമായി. അതുപോലെ ഇതുപോലെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. കൂട്ടുകാരെയൊക്കെ നോക്കുക. അതുപോലെ 2023 നടത്തിയ PSC പരീക്ഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പരീക്ഷകളിലും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പോവാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.